അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച. എല്ലാ കാലത്തും എപ്പോഴും നീ എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. ഇത് ഡെയിലി യുദ്ധം തന്നെയാണോ എൻ്റെ പണി എന്ന് ചോദിച്ചാൽ അതെ, നമ്മളൊക്കെ നിരന്തരം യുദ്ധം ചെയ്യുന്നവരാണ്. അത് ബാഹ്യലോകത്ത് വ്യക്തികളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മളോടും യുദ്ധം ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ പുറത്തെ യുദ്ധം നമുക്ക് കുറച്ചൊന്ന് ഒഴിവാക്കാൻ പറ്റും, ഒഴിവാക്കി കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ തന്നെ മനോബുദ്ധിയെ അർപ്പിച്ചുകൊണ്ട് നീ അർജുന യുദ്ധം ചെയ്യൂ. നമ്മൾ പറഞ്ഞു, സമാധാനപൂർണമായ ലക്ഷ്യത്തിൽ മനസ്സിരുത്തിക്കൊണ്ട് ബാഹ്യമായ ഏത് വിപ്ലവ സമരങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം? നേതൃത്വം നൽകാം, അതിൽ അണിചേരാം, എല്ലാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മൾ അതുമായിട്ട് എന്താ പറയുക, ഇതിനെ ലളിതമായിട്ട് പറയുമ്പോൾ പറയും വിചാരത്തിൻ്റെ മാർഗവും വികാരത്തിൻ്റെ മാർഗവും. വികാരം വെറുതെ ഈ ഒരു താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ഒന്നാണ്, നമ്മൾ കാണുന്നുണ്ട് പല കാര്യത്തിലുള്ള കാര്യങ്ങൾ. അതല്ല വിചാരത്തിൻ്റെത്. വിനോബാജി പറയുന്നത് പോലെയാണ്. അതിപ്പോൾ നമ്മളൊരു വലിയ ഹാമർ കൊണ്ട് ഒരു പാറ പൊട്ടിക്കുന്ന, ഈ പാറ പൊട്ടിക്കുന്ന ദൃശ്യത്തെ നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് വിനോബാജി അത് പറയുന്നത്. 20ാമത്തെ അടിക്കായിരിക്കും അതിലെ ആ പാറ എന്താ പറയുക, നമ്മൾ എണ്ണുകയാണെങ്കിൽ ചിലപ്പോൾ 20ാമത്തെയോ 25ാമത്തെയോ ഒക്കെ അടിയായിരിക്കാം ആ പാറയെ പിളർക്കുന്നത്. ഇപ്പോൾ 20ാമത്തെ അടിക്കാണ് ആ പാറ പിളരുന്നതെങ്കിൽ ആ 20ാമത്തെ അടിയല്ല അവിടെ പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും പിറകിലേക്ക് പോയിട്ടുള്ള 19 അടികളും അത് സാർത്ഥകമായിരുന്നു. 20 തീർച്ചയായിട്ടും ഈ 1, 2, 3 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഓരോന്നും സാർത്ഥകമാണ്. അതുപോലെയാണ് നമ്മുടെ ഈ ഇതിലേക്കുള്ള ആധ്യാത്മികതയിലുള്ള നമ്മുടെ മുന്നോട്ടുള്ളത്. അതുകൊണ്ട് ലക്ഷ്യം ഇത് പൊളിക്കലാണ് എങ്കിൽ 20നോ 25നോ ഇത് പൊളിയും. അപ്പോൾ അതിലെ ഓരോ കാൽവെപ്പും ഓരോ അടിയും അങ്ങേയറ്റം സാർത്ഥകമായിട്ടുള്ളതാണ്. അതിനായിട്ട് ഭഗവാൻ 8ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, അഭ്യാസയോഗയുക്തേന, അഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന് പറയാറുണ്ടല്ലോ, ആ അഭ്യാസമല്ല. ഇനി എന്തെങ്കിലും കായികാഭ്യാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആവർത്തിച്ചുള്ള പരിശീലനം, അതാണ് അഭ്യാസം. അപ്പോൾ അത് കേവലം കായികമായിട്ട് മാത്രമല്ല, ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്ന നമ്മൾ പറയുന്ന എക്സസൈസ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല. നമ്മൾ കായികാഭ്യാസം, ആ അഭ്യാസം, ഈ അഭ്യാസം എന്നൊക്കെ പറഞ്ഞ് കാണും. കളരി, കുങ്ഫു, കരാട്ടെ, ഇങ്ങനെയുള്ള മാർഷൽ ആർട്സിലെല്ലാം തന്നെ ഈ അഭ്യാസമുണ്ട്, ആധ്യാത്മികതയിലുണ്ട്. അപ്പോൾ ആവർത്തിച്ചുള്ള പരിശീലനത്തെയാണ് അഭ്യാസം എന്ന് പറയാം. അഭ്യാസയോഗയുക്ത, അഭ്യാസയോഗയുക്തേന, അങ്ങനെയുള്ള ആവർത്തിച്ചുള്ള പരിശീലനം ഹേതുവായി ന അന്യഗാമിന, മറ്റുള്ളതിലേക്ക് മനസ്സിനെ പതിപ്പിക്കാതെ, പലതുണ്ടെന്ന് കരുതാതെ. ഈ പലതായിരിക്കുന്നതെല്ലാം എന്താണ്? ഒന്നിൻ്റെ വിസ്ഫൂർത്തിയാണോ, ഒന്ന് വൈവിധ്യങ്ങളായി പ്രകടമായതാണ്. ഇതെപ്പോഴും എന്താ പറയുക, ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ്. ന അന്യഗാമിന ചേതസ അനുചിന്തയൻ, ചേതസ മനസ്സുകൊണ്ട്, അനുചിന്തയൻ, അനുചിന്തയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ധ്യാനിക്കുന്നവൻ, എപ്പോഴും അനവരതം അതിലൊരു മുറിവില്ലാതെ അത് ഉറപ്പുവരുത്തുന്നവൻ, ദിവ്യം പരമം പുരുഷം യാതി,
ആ ദിവ്യമായ പരമമായ ദേശകാല വസ്തുപരിമിതി ഇല്ലാത്തതായിട്ടുള്ള പുരുഷം, പൂർണ്ണനായിരിക്കുന്ന ആ പുരുഷനെ, ഭഗവാനെ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്നു എന്ന് പറയാം. പറഞ്ഞു കഴിഞ്ഞിട്ട് ഗീത ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അർജുനന് നൽകാൻ പോകുന്ന ഉപദേശത്തിലേക്ക് കടക്കുന്നു. ഇവിടെയാണ് ഈ ഭഗവത്ഗീത നമ്മൾ 2-ാം അധ്യായത്തിലും കണ്ടിട്ടുള്ളതാണ്. ഭഗവത്ഗീത 2 വൃത്തങ്ങളിലാണ് ഭഗവത്ഗീത ചമച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? അനുഷ്ടുപ്പും മറ്റൊന്ന് തൃഷ്ടുപ്പുമാണ്. അത് തൃഷ്ടുപ്പ് വൃത്തത്തിലാണ് ഈ ശ്ലോകം അവതരിപ്പിച്ചിരിക്കുന്നത്. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താദ് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. 9-ഉം 10-ഉം 8-ാം അധ്യായത്തിലെ 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകങ്ങൾ ഒരുമിച്ചാണത് ആ ആശയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാ പറയണത്, കവിം പുരാണം അനുശാസിതാരം അണോരണീയാം അനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താദ് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷം ഉപൈതി ച ദിവ്യം. എന്താണ്? യോഗബലേന. യോഗബലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ നിശ്ചയദാർഢ്യത്തിലൂടെ അതിങ്ങനെ ഇളക്കമില്ലാത്തതായി ഉറപ്പുറ്റതായി നിൽക്കുന്നതിലൂടെ അതിനെന്ത് വേണം? യോഗബലം വേണം. എന്താണ് ആ യോഗബലം? ആവർത്തിച്ചുള്ള പരിശീലനം. ആ ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ എന്തൊക്കെ പെടും? ശ്രവണമുണ്ട്, മനനമുണ്ട്, നിധിധ്യാസനമുണ്ട്. ശ്രവണം എന്നത് കേൾവിയാണ്. ആ കേട്ടതിനെ നന്നായിട്ട് മനനത്തിന് വിധേയമാക്കുന്നു. ആ മനനത്തിന് വിധേയമാക്കിയതിനെ തൻ്റെ മനോബുദ്ധിക്ക് സ്വീകാര്യമാകും വിധം അത് തൻ്റേതായി മാറുന്നു. അങ്ങനെ തൻ്റേതായി മാറിക്കഴിഞ്ഞ ആ അറിവിൽ നിന്ന് ബാഹ്യലോകത്ത് കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന സമയത്ത് തനിക്ക് എപ്രകാരമാണോ തൻ്റെ ഇന്ദ്രിയങ്ങളെ, ബാഹ്യേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അനായാസേന നിയമനത്തിന് സാധ്യമാകുന്നത്, അതിനെയാണ് ഇവിടെ യോഗബലേന എന്ന് പറഞ്ഞാൽ. അല്ലാതെ എന്തെങ്കിലും യോഗാഭ്യാസം ചെയ്ത് അതിൽ നിന്ന് മസിൽ പവർ കൂട്ടിയിട്ട് എന്നല്ല. ഈ യോഗബലം ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. മധുസൂദന സരസ്വതി ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തിൽ പറയുന്ന ഒന്നുണ്ട്. എന്താണത്? മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം തത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. പങ്കും ലംഘയതേ ഗിരിം, മുടന്തൻ മല കയറുന്നു എന്നുള്ളത്. ഈ മുടന്തൻ മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആലങ്കാരികമായിട്ട് മുടന്തൻ മല കയറുക എന്നൊക്കെ പറയുമെങ്കിലും അത് നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടല്ലോ, കാണാം നമുക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ അത്തരം സങ്കേതങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാലമൊന്നും ഉണ്ടാവില്ല. വെപ്പ് കാലമൊക്കെ ആയിട്ട് മൗണ്ടനേറിയൻ ക്ലബ്ബിൽ പങ്കെടുത്ത് എവറസ്റ്റ്, ഈവൻ നമ്മൾ പോകുന്ന കൈലാസയാത്ര, നമ്മൾ കുതിരയുടെ പുറത്തും അല്ലാതെയൊക്കെ പണിപ്പെട്ട് പോകുമ്പോഴാണ് ഈ തിബറ്റൻ അവിടെ ഉള്ളവരാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് അനായാസേന അത് സാധിക്കുന്നതാണ്. അവിടുത്തെ ആ ഭൂമിയിൽ ജനിച്ച് അവിടെ ജീവിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നത്? അങ്ങനെ ദണ്ഡനമസ്കാരം ചെയ്ത് അടിവെച്ചാണ് അവർ പരിക്രമ ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആവേശം വരും.
ഞാൻ ഈ കുതിരപ്പുറത്ത് ഇവരിത് കിടന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നാ ഇത് തീരെ ഒച്ചഴയുന്നത് പോലെ. അപ്പോൾ അതെന്താണ്? അവരുടെ ഇച്ഛാശക്തിയാണ്. ശരീരം ചിലപ്പോൾ പലപ്പോഴും തളർന്നിട്ടുണ്ടാവും. ഈ യോഗബലേന എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഭ്യാസയോഗയുക്തേന എന്ന് പറഞ്ഞത് യോഗബലേന. ഈ യോഗബലമാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിൽ, ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണ്. അത് നമുക്ക് കിട്ടിയാലുണ്ടല്ലോ പിന്നെ മറ്റുള്ള എന്താ പറയുക ഭയപ്പാട് നമുക്കുണ്ടാവില്ല. ആ സ്പിരിച്വൽ സ്ട്രെങ്ത്തിലാണ് നമുക്ക് ഏത് വിധത്തിലുള്ള സാഹചര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ യോഗബലേന, ഈ അഭ്യാസയോഗ ബലം ഹേതുവായി അചലേന മനസ. എന്താണ് ഈ യോഗബലത്തിൻ്റെ ലക്ഷണം? ചാഞ്ചല്യമില്ലാത്ത മനസ്സിൻ്റെ ഉടമ. ആ മങ്കി മൈൻഡ് ഇല്ല എന്ന് പറയാം, ചാടിക്കളിക്കുന്നത്. അപ്പോൾ അചലേന മനസ, അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഭക്തിയ. അല്ലാതെ ഏതെങ്കിലും ഒരു വികാരത്തിൻ്റെ ഇതിലല്ല ഈ ഭക്തി ഉണ്ടാകുന്നത്. ഭയത്തിൽ നിന്നല്ല ഭക്തി ഉണ്ടാകുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ പ്രേമം. അങ്ങനെയാ ഭക്തിക്ക് നിർവചനം. സാത്വ അസ്മിൻ പരമപ്രേമ രൂപ. അല്ലാതെ എന്തെങ്കിലും കോപ്രാട്ടികൾ കാണിച്ചു കൂട്ടുന്നതിനെ അല്ല ഭക്തി എന്ന് പറയാം. നമ്മുടെ കാലത്ത് ഇന്ന് ഭക്തി എന്ന് പറയും അതിനൊക്കെ. അയാൾ ഭക്തനാണെന്ന് പറയും. കൈയും കാലിലും സർവത്ര ചരടും എന്താ പറയുക, സകല അമ്പലങ്ങളിലും പോയി കയറി ഇറങ്ങി സകല സ്ഥലങ്ങളിലും ഇങ്ങോരെ കാണാം. എവിടെ ചെണ്ടയ്ക്ക് കോലിടുന്നോ അവിടെയൊക്കെ ഉണ്ടാവും. ഭക്തനാണെന്നാണ്. നമ്മൾ അങ്ങനെയുള്ളവർ പരിഹസിക്കുകയും വിമർശിക്കുകയല്ല. പക്ഷെ അതല്ല ഭക്തിയുടെ മാനദണ്ഡം. അത് മനസ്സിലാക്കണം. അപ്പോൾ ഭക്തിയ, ആ ഭക്തിയോട് യുക്ത, യുക്തം എന്ന് പറഞ്ഞാൽ കൂടിയവനായിട്ട്, ചേർന്നവനായിട്ട്, യാതൊരുവനാണോ പ്രയാണകാലേ പ്രാണം, ആ അവസാന സമയത്ത് പ്രാണനെ, തൻ്റെ ആ ഒടുക്കത്തെ പ്രാണനെ, അത് അയാൾക്കറിയാൻ സാധിക്കും. ആ പ്രാണനെ എന്തു ചെയ്യുന്നു? ഭ്രുവോഹോ മധ്യേ സമ്യക് ആവേശ്യ, ഈ ഇരു പുരികങ്ങളുടെയും മധ്യത്തിലായിട്ട് പ്രാണനെ ആവേശ്യ, ആ പ്രാണൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായി കേന്ദ്രീകരിപ്പിച്ച്. കവിം പുരാണം അനുശാസിതാരം. കവിം ഇതാണ് ഭഗവാന്റെ മറ്റൊരു ശബ്ദമാണ് കവിം. പുരാണം അനുശാസിതാരം, അത് മുമ്പേ ഉള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? അനുശാസിതാരം, എല്ലാ നിയമത്തിൻ്റെയും നിയമജ്ഞനും കൂടെയാണ്. അങ്ങനെയുള്ള അണോഹോ അണിയാംസം, സൂക്ഷ്മതരം. അണോഹോ അണിയാംസം, അണുവിനേക്കാൾ അണുവായിട്ടുള്ളത്. അതേസമയം മഹതോ മഹിയാൻ, അതെ എന്താണ്? മഹത്തരമായിട്ടുള്ളതിലും മഹത്തരമായിട്ടുള്ളത്. സൂക്ഷ്മതരം, സൂക്ഷ്മത്തിലേറ്റവും സൂക്ഷ്മം, എന്നാൽ സ്ഥൂലത്തിലോ അതിനേക്കാൾ വലുത്. അങ്ങനെയുള്ള അണോഹോ അണീയാംസം, സർവസ്യ ധാതാരം, എല്ലാറ്റിൻ്റെയും എന്താ ആശ്രയം, അധിഷ്ഠാനം ആയിട്ടുള്ള അചിന്ത്യരൂപം. ഇന്ന പ്രകാരത്തിൽ, അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കൃഷ്ണൻ ഗോപാലൻ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പോയി ഗീതയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതും വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഉണ്ണിക്കണ്ണനെ എന്നൊക്കെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാനാ? നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിലെ ഓരോരോ ശബ്ദങ്ങളെ എടുത്തു പറയുന്നത്. അചിന്ത്യരൂപം, അങ്ങനെ ഒരു രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അചിന്ത്യരൂപം. തമസഃ പരസ്താത്, തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം, അതുപോലെ തന്നെ ഇരുട്ട്. എല്ലാ അജ്ഞാനത്തിനും ഇരുട്ടിനുമൊക്കെ അപ്പുറത്തുള്ള പരസ്താത്, അതിൽ നിന്നൊക്കെ ദൂരെ നിൽക്കുന്ന, അതൊന്നും ലവലേശം തീണ്ടാത്ത. എന്താണ് ഈ തമസ്? നാമരൂപാദികൾ സത്യമെന്ന് കരുതുന്നത് തന്നെ തമസ്, വേറെ ഒന്നുമില്ല. അവിദ്യ എന്ന് പറഞ്ഞാൽ അതാണ്. പലതുണ്ട് എന്ന് കരുതുന്നത് അവിദ്യ, പലതില്ല എന്ന് കരുതുന്നതോ വിദ്യ. തമസപരസ്താത്, ആ ഇരുട്ടിൽ നിന്ന് പൂർണ്ണമായി ആരാണോ മാറിയിട്ടുള്ളത്. ആദിത്യവർണം ച, അത് സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള, സൂര്യനെന്നല്ല, ആദിത്യവർണം സൂര്യനെ പോലെ, സൂര്യതുല്യം, അതുപോലെ പ്രകാശപൂർണമായിരിക്കുന്ന, അതാണ് അതിൻ്റെ താല്പര്യം. ആ പ്രകാശപൂർണമായിരിക്കുന്ന പുരുഷം, പുരുഷനെ എന്ന് പറഞ്ഞാൽ ലിംഗവാചിയായ പുരുഷനെ എന്നല്ല. സംസ്കൃതത്തിൽ അല്ലെങ്കിൽ വേദാന്തത്തിൽ, ഭഗവത്ഗീത പോലുള്ള അധ്യാത്മശാസ്ത്രത്തിൽ പുരുഷൻ എന്ന് പറയുമ്പം അതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരു സ്ത്രീ എന്ന് കരുതുകയേ ചെയ്യരുത്. ഇതൊക്കെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തന്മാരിങ്ങനെ അടിച്ചുവിടുന്നത്. സ്ത്രീവിരുദ്ധമാണ് ഭഗവത്ഗീത എന്ന്. ഈ പുരുഷ ശബ്ദത്തെ അറിയാത്തത് കൊണ്ടാണ്. പൂർണ്ണത്വാദിതി പുരുഷ, പുരേശയനാദിതി പുരുഷ, ആ പൂർണ്ണനായിരിക്കുന്ന പുരുഷം, ആ പരമാത്മാവിനെ അനുസ്മരേത്, ആരാണ് ധ്യാനത്തിന് വിഷയമാക്കുന്നത്? അതിനെ നോക്കൂ, നിങ്ങളിവിടെ എവിടെയെങ്കിലും കൃഷ്ണൻ, നാരായണൻ ഇന്ന രൂപത്തിൽ അത് ഇത് എന്തെങ്കിലും കേട്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. വ്യാഖ്യാനത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് ഈ സംസ്കൃത ശബ്ദത്തിൻ്റെ അർത്ഥമായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഇതിലെ ഓരോരോ ശബ്ദങ്ങളെയും നിങ്ങളോട് എടുത്തു പറഞ്ഞത്. നിങ്ങൾ ഒരു സംസ്കൃത നിഘണ്ടു എന്തെങ്കിലുമൊക്കെ വെച്ച് ഇരുന്നിട്ട് നോക്കിക്കോളൂ. വ്യാഖ്യാനത്തിൽ ചെറിയ വശമുണ്ടായാൽ നമ്മൾ പെട്ടുപോകും, ഒരു ട്രാപ്പിലാവും. പിന്നെ ആ ഗുരുവായൂർ നടയിലോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൻ്റെ നടയിൽ തിരിഞ്ഞു കളിക്കും. ആദിത്യവർണം പുരുഷം അനുസ്മരേത് സഹ, അവൻ തം ദിവ്യം പരം ഏവ ഉപൈതി, ആ ദിവ്യം, ദിവ്യമായ പരമമായ പദത്തെ, ഏവ അതിനെ തന്നെ, ഉപൈതി പ്രാപിക്കുന്നു. അപ്പോൾ ഇവിടെ അതിനെന്തു വേണം? എന്തെങ്കിലും ഒരു പിടിവള്ളിയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പം എന്താണ് ഭഗവാൻ പറഞ്ഞത്? പ്രയാണകാലെ, വീണ്ടും ഇതേ കാര്യമാണ് പറയുന്നത്. മൃത്യു എന്ന് പറയുന്നത് നമ്മുടെ അടുത്തേക്ക്, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഉണ്ടാവും, ഓരോരുത്തർക്കും വരും. അത് ഏത് പ്രായമാണെങ്കിലും അതുമായിട്ട് നേരിടുന്ന ഒരു സമയത്ത് നമുക്കത് വരും. ഇത് തൊട്ടതിനും പിടിച്ചതിനും വരുന്ന ആൾക്കാരുണ്ട്. അണ്ടമാനം ചക്ക അതും ഇതുമൊക്കെ കഴിച്ച്, അതിൻ്റെ കൂടെ കുറേ വെള്ളം കുടിച്ച്, പിന്നെ ഒരു ചായ കുടിച്ച്, പിന്നെ 2 ലഡു കഴിച്ചു, പിന്നെ അവിടുന്ന് ആരോ കൊണ്ടുവന്ന ജിലേബിയും കഴിച്ചു. ഇതെല്ലാം കൂടിയായ ഉള്ളിൽ കിടന്ന് എന്താവും? ഗ്യാസ് ഫോം ചെയ്ത് അതികഠിനമായ വേദനയും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും പറയത്താ ഞാൻ മരിക്കാൻ പോവാ തോന്നുന്നുണ്ട്, ഓ എന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാന്ന്? ഇതൊക്കെ അപ്പോഴേ കഴിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിക്കണ്ടേ അമ്മയെ, കഴിക്കണ്ടെന്ന്. എന്നാലും കഴിക്കുക തന്നെ. അല്ല, അവർ കൊണ്ടുവന്നതല്ലേ, മോശമല്ലേ കഴിച്ചിട്ടില്ലെങ്കിൽ, അവരെന്ത് വിചാരിക്കും? അപ്പം ചക്ക, എന്നാൽ ശരി 2 or 3 ചോള ചക്ക കഴിച്ചു, എന്താ അതിലങ്ങോട്ട് നിർത്തുക, അതല്ലേ? കൂട്ടത്തിൽ അവരെന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഇത് തലശ്ശേരി എന്നുള്ളതാന്ന് പറഞ്ഞു. തലശ്ശേരിയിലെ ബേക്കറി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. നമുക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബേക്കറി ഉൽപ്പാദനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ള സ്ഥലമാണ് തലശ്ശേരി. ഒക്കെ നമുക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ബേക്കിങ്ങിൽ തലശ്ശേരി പലതിലും പ്രസിദ്ധമാണ്. ടൈലറിങ്ങിൽ തലശ്ശേരി പ്രസിദ്ധമാണ്. സർക്കസ് തലശ്ശേരി പ്രസിദ്ധമാണ്. ഫുഡ്, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത പാചകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ ഈ മലയാളികളായിട്ടുള്ള എത്ര പേര് തലശ്ശേരി പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമുക്ക് വേറൊരു മുഖമാണ് തലശ്ശേരി എന്നൊക്കെ പറയുന്നത്.
അതേപോലെ നല്ല കൾച്ചറുള്ള ആളുകളുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന ലഡുവാണ്, അല്ലെങ്കിൽ ജിലേബിയാണ്, അവിടുത്തെ സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഈ ചക്ക, ഈ പറഞ്ഞ തലശ്ശേരി ലഡു, ജിലേബി, കോഴിക്കോടൻ ഹലുവ, പോരാത്തതിന് ചായ അല്ലെങ്കിൽ കാപ്പി. അതിൻ്റെ ഇടയിൽ ആരോ ചായയും കാപ്പിയും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ട്. അമ്മയ്ക്ക് വേണമെന്ന് അവരുടെ മുന്നിൽ ചോദിച്ചാൽ എന്നാൽ എനിക്ക് എന്നേക്കെന്ന് പറഞ്ഞു. അതും ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി, രാത്രി ആയപ്പോൾ. എന്നിട്ട് പറയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഭ്രൂമധ്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കണോ എന്ന് ചോദിച്ചാൽ അവിടെ അങ്ങനെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കാൻ സാധിക്കില്ല. അത് വേറൊരു കാര്യം. അതല്ലാതെ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ വരും. മലമൂത്ര വിസർജനാദികൾക്ക് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടുന്നത് പോലെ ശക്തമായൊരു ഇൻഡിക്കേഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. താങ്ങാൻ പറ്റാത്തതൊക്കെ ആകുമ്പോൾ അവൻ തന്നെ നമ്മളെ ബോധം കെടുത്തും. നമ്മളോട് ഏറ്റവും വലിയ സൗഹൃദത്തിലുള്ള ആളാണ് മൂപ്പര്. അപ്പോൾ അതുമായിട്ട് നമ്മളൊന്ന് താതാത്മ്യപ്പെടേണ്ടതുണ്ട്. പൂർണ്ണമായിട്ട് നമ്മളതിനെ അവഗണിക്കരുത്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളെ മൃത്യുവിനോട് നമുക്കൊരു യുദ്ധം വേണ്ടി വരുന്നത് നമ്മുടെ സംഗമമാണ്, അറ്റാച്ച്മെൻ്റാണ്. നമ്മൾ പണ്ടും പലപ്പോഴും നിങ്ങളോട് ഒരു സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. ഇംഗ്ലീഷ് സിനിമയാണ്, പക്ഷേ നിങ്ങളത് കാണണം, സബ് ടൈറ്റിലൊക്കെ ഉണ്ടാവും. അമേരിക്കൻ സിനിമയാണ്, പക്ഷേ ഇതാണ് സബ്ജക്റ്റ്. മീറ്റ് ജോ ബ്ലാക്ക്. ജോ ബ്ലാക്ക് ഒരാളുടെ പേരാണ്, മരണമാണത്. മരണം നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ഗംഭീരമായിട്ട് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളതെന്നറിയാം. വിഷയം നമ്മുടെ സ്പിരിച്വാലിറ്റി ഇതാണ്. എന്നാൽ അതൊന്നും അറിയാതെ കാണുന്നവരുണ്ട്. വളരെ നല്ല റേറ്റിംഗ് ഉള്ള സിനിമയാണ്, നിങ്ങൾ കാണണം. മരണവും ജീവിതവും. മരണം ജീവിതത്തെ പ്രേമിക്കുന്നു അവസാനം. ഭയങ്കര രസമാണ്. കഥയൊന്നും പറഞ്ഞ് നിങ്ങളെ അതിനെ ഇത് കളയുന്നില്ല, കാണണം നിങ്ങൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് നല്ല പക്വതയുണ്ടാവും. എന്താണ് നമ്മളിപ്പോൾ രാമായണോ മഹാഭാരതമോ അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയൊന്നും സ്മൃതിപഥത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ചിലപ്പോൾ ആ സിനിമയുടെ ഒരു സീനായിരിക്കാം, മതി, അതിൽ നമ്മൾ ക്ലച്ച് പിടിച്ച് അതിൽ കയറും. പക്ഷെ സാധനം ഇതാണ്, കണ്ടന്റ് അതാണ്. ഇതിൽ ഭഗവാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ മൃത്യുവുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് പോകണ്ട. കഥയിൽ നമ്മളിതൊക്കെ കാണും. മൃത്യുവിൻ്റെ ആളുകൾ കയറ് കെട്ടാൻ വരുമ്പോൾ വിഷ്ണുവിൻ്റെ ആൾക്കാർ ഇവരെ തടയുന്നതൊക്കെ. എന്താണ് അതിൻ്റെ കാര്യം? ഈ പരമമായ സത്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് വ്യാപരിക്കുമ്പോൾ പിന്നെ യാഥാർത്ഥ്യങ്ങളായിട്ടുള്ളതൊക്കെ കൊഴിഞ്ഞു വീഴും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഫൈറ്റ് കൂടാൻ വേണ്ട ആളുകളൊന്നുമില്ല. ഉണ്ട്, നമ്മളെ സംബന്ധിച്ചുണ്ട്. എൻ്റെ സ്വത്ത് വകകൾ ഇതൊക്കെ അനാദിയാവില്ലേ? ഇതൊക്കെ എന്താവും? ഏതായാലും അച്ഛൻ മരിക്കാറായി, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഭാഗം വയ്ക്കാം എന്നൊക്കെ ആരൊക്കെയോ എല്ലാവർക്കും അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞു കൊടുത്തു മുമ്പിലോട്ട്. മനസ്സിലായി? അച്ഛാ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനുള്ളത് അങ്ങോട്ട് ഭാഗം വെച്ച് അങ്ങോട്ട് ഇതാക്കിയേക്കോ, അതല്ലേ നല്ലത്. അമ്മയും പോയി, അച്ഛന് ഞങ്ങളുടെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും വരാം. അച്ഛനുള്ളപ്പോൾ തന്നെ ഞങ്ങൾ അടിയൊന്നും ഇല്ലാതെ കഴിയട്ടെ, അതല്ലേ നല്ലത്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്.
അങ്ങനെ ആവട്ടെ, ഒരു വക്കീലിനോട് വരാൻ പറയും. മൂപ്പർക്ക് തന്നെ പരിചയമുള്ള, മൂപ്പരുടെ കൂടെ പഠിച്ചതോ അവരുടെ മകനോ ആരോ വക്കീൽ വന്നു. അവരെയൊക്കെ പുറത്താക്കിയിട്ട് വക്കീലുമായിട്ട് മൂപ്പരിരുന്ന് സംസാരിച്ചു. അതിന് മൂപ്പര് പ്രമാണം എഴുതി, എന്നിട്ട് ഇവരെ വായിച്ച് കേൾപ്പിച്ചു. എന്താണ് ഇവരുടെയൊക്കെ, ഈ മക്കളുടെയൊക്കെ ഇവരുടെയൊക്കെ കാലശേഷം എല്ലാറ്റിൻ്റെയും അവകാശി ഞാനാണ്. ഇങ്ങനെയുണ്ട്. ശങ്കര ഭഗവത്പാദർ പറഞ്ഞ പോലെ അംഗംഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വ ദണ്ഡം തതപിന മുഞ്ചത്യാശാപിണ്ഡം. അംഗംഗളിതം പലിതം മുണ്ടം, അംഗം ശരീരാവയവങ്ങൾ ഗളിതം, വാർദ്ധക്യത്തെ തുടർന്ന് ഞരമ്പൊക്കെ ചുക്കി ചുളിഞ്ഞ്, ചില വീടുകളിൽ നിന്ന് തൊഴുത്തിലേക്കൊക്കെ വയറെടുത്ത പോലെ പുറത്തു കൂടെ അങ്ങനെ തൂങ്ങുന്ന ഇലക്ട്രിക് വയറുണ്ട്. അതുപോലെയാണ് മൂപ്പരുടെ ഞരമ്പുകളൊക്കെ. പലിതം മുണ്ടം, തലയിൽ ഒരു രോമവുമില്ല. ദശനവിഹീനം, പല്ലുകളെല്ലാം പോയി കഴിഞ്ഞു. ജാതം തുണ്ടെന്നാണ് പറയും, ഒരു മാംസം കീറി വിട്ടതുപോലെ. വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം, ഒരു വടിയും പിടിച്ച് വൃദ്ധൻ അങ്ങനെ പോകുന്നു. ഇതാണ് ചിത്രം. തതപി, എന്നിരുന്നാലും ന മുഞ്ചതി, വിടുന്നില്ല, ആശാപിണ്ഡം, ആഗ്രഹങ്ങളുടെ പാണ്ടക്കെട്ട് മൂപ്പരുടെ തോളിലുണ്ട് എന്ന് പറയും. ഇവിടെ ആകെ മൃത്യുവായിട്ടുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഉടമസ്ഥതയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സംഘർഷം, വേറെ ഒരു സംഘർഷവും ഇല്ല. ഈ ഉടമസ്ഥത കൈയൊഴിയാതെ നമുക്ക് നിദ്ര കിട്ടുമോ? ഉറങ്ങാൻ പറ്റുമോ? നന്നായി ഉറക്കം കിട്ടുന്നത് നമുക്ക് എന്തുകൊണ്ടാണ്? ഈ ഉടമസ്ഥത ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ദേശത്തോടോ കാലത്തോടോ വസ്തുവിനോടോ കൊച്ചുമക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ അച്ഛനോടോ അമ്മയോടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതത്തോടോ ഒന്നിനോടുമില്ല. എല്ലാ ബന്ധങ്ങളും കൈയൊഴിയുമ്പോഴാണ് നമ്മൾ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നത്. ആ നിദ്രയുടെ അനുഭവം എന്താണ്? എന്ത് സുഖമാണ്. നമുക്കിഷ്ടമില്ലാത്തത് എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ വെറുതെ വിളിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ ഉറക്കത്തുനിന്ന് വിളിക്കരുത് അല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ കൈയൊഴിയുമ്പോൾ സുഖമാണ് കിട്ടുന്നത് എന്ന് ദിവസവും നമ്മുടെ അനുഭവമാണ്. ഇതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ പരമാനന്ദമാണ്. അപ്പം നമുക്കൊരു ദീർഘമായ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോയാൽ എന്താ? നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുകയല്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയല്ല. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചവന് മരണം നിശ്ചയം. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. അർജുന, ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ്. അതിൽ നീ എന്തു വേണ്ട? ദുഃഖിക്കേണ്ട. അപ്പം ഇവിടെ ഭഗവാൻ എങ്ങനെ മരിക്കണം, എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ട്, ഉറപ്പാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങൾക്കൊരു ക്ലാസ്, എങ്ങനെ മരിക്കണം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എങ്ങനെ മരിക്കണം എന്നോ സ്വാമി എന്താ പറയണത്? സിമ്പിൾ. എന്താണ്? രാജധാനി എപ്പോഴാണ് വരുന്നതെന്ന് നോക്കുക. രാജധാനി വേണ്ട, പണ്ടൊക്കെ രാജധാനിയാണ് ഇത്, എന്താ പറയുക, സ്പീഡ് കുറച്ച് കൂടുതൽ, വന്ദേ ഭാരത്.
വന്ദേ ഭാരത് വരുന്ന സമയം നോക്കുക, വരുന്ന സമയത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക തല. ഒന്നും അറിയില്ല. ഇനി പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേടി മാറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പം മരണം എങ്ങനെ? അല്ലെങ്കിൽ കയറെടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുക, പോയസം കഴിക്കുക, അത് ചെയ്യുക, ഇതൊന്നുമല്ല പറയണത്. അപ്പം എങ്ങനെ മരിക്കണം എന്നുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. നമ്മളാരും അങ്ങനെയല്ല അതിനെ. പലർക്കും ഉണ്ട് മരിക്കണം എന്നുണ്ട്, പക്ഷേ എങ്ങനെയെന്ന് അവരിങ്ങനെ പല 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 മരണത്തെക്കുറിച്ച് ആലോചിക്കും. കെട്ടിത്തൂങ്ങിയാലോ, അയ്യോ, അവരൊക്കെ വന്ന് ഇന്നെന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ അറിയാതെ ഞാൻ നാവൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാലോ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോഴും അതിനെക്കുറിച്ച് അതാ ധാരണ. തല വെച്ച് കഴിഞ്ഞാൽ ബോഡിയൊന്നും ഉണ്ടാവില്ലല്ലോ. വെള്ളത്തിൽ ചാടിയാൽ അയ്യോ വീർത്തിട്ട് ഒരുമാതിരി എന്തോ മാതിരി ഉണ്ടാവും. എൻ്റെ മേക്കപ്പ് ഒക്കെ മാറിയിട്ട് മത്സ്യങ്ങളൊക്കെ കൊത്തിക്കഴിഞ്ഞാലൊക്കെ അത് വേണ്ട. വിഷം കുടിച്ചാലോ അതും ഇതേപോലെ തന്നെയാണ്, ഛർദ്ദിച്ച് പരവശമൊക്കെയായി ബ്ലഡൊക്കെ പുറത്ത്. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ വെറുതെ ഒന്ന് മരിച്ചു വേണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ജാതി പോയ്സനൊക്കെ എങ്ങനെയാണാവോ അതൊക്കെ. സയനൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് എവിടുന്ന് കിട്ടും? ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നു. എന്തിനിങ്ങനെ? അതൊക്കെ ആത്മഹത്യയാണ്. അതല്ലാതെ ഈ ഒരു പരിപാടി മരണം എങ്ങനെ, മരണത്തെക്കുറിച്ചൊരു ക്ലാസ്, എങ്ങനെയാണ് മരിക്കേണ്ടത്, അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള ഒരു മരണം. എന്താണ് ഈ സ്പിരിച്വൽ ഡെത്ത്? സമാധി. അത് ഇൻസുലിൻ എടുക്കുക, പിന്നെ എന്താ പറയുക, സ്ലീപ്പിംഗ് പിൽസ് എടുക്കുക, അങ്ങനെയാണോ? അല്ല. പിന്നെ നിങ്ങളെ കോൺക്രീറ്റ് ഇട്ടിട്ട് മൂടണോ? അതൊന്നും വേണ്ട. ഇന്നെന്ന ആളുകൾക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും. ജനിച്ച എല്ലാവരും ഇത് പരിശീലിക്കണം. ഇതാ ഭഗവാൻ പറയണത്. ആദ്യം ഞാൻ എവിടെ നിന്നാണ് വന്നത്, എൻ്റെ അസ്തിത്വം, ഞാൻ എന്ന ഈ ശരീരം, എനിക്കെന്തുണ്ട്? ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, വികാര വിചാരങ്ങളുണ്ട്. ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു, ഇങ്ങനെ അനുഭവിക്കുന്നു. ഈ പ്രപഞ്ചവും ഞാനും തമ്മിലുള്ള ബന്ധം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇത്ര കാലയളവ് എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, വൃക്ഷങ്ങളുടെ കാലയളവ്, മൃഗങ്ങൾക്ക് ഓരോന്നിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാലയളവ്, ഒരു പൂച്ചയ്ക്ക്, നായയ്ക്ക്, ആനയ്ക്ക്, സിംഹത്തിന്, സകലതിനും ഒരു ദൈർഘ്യമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ നിന്നൊന്നും വേറിട്ടൊരു എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമുക്കൊരാൾക്കും ഏത് ദിവ്യപുരുഷനും പ്രകൃതി അനുവദിക്കുന്നില്ല. ഇനി അത് മനസ്സിലാക്കാതെ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ദൈവം മരിച്ചവനെ ജീവിപ്പിച്ചവനാണ് എന്നൊക്കെ പറയുന്നത് ആ ദൈവത്തിന് തന്നെ നാണക്കേടാണ്. കാരണം അപ്പോഴവരൊക്കെ പ്രകൃതി വിരുദ്ധന്മാരായിത്തീരും. നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അബദ്ധങ്ങളാണ്. അപ്പം ഈ എൻ്റെ ഒരു ഗർഭാവസ്ഥയിൽ ഞാൻ ഇരുന്നതുപോലെ അതിൻ്റെ ആ പരമകാരണത്തിലേക്കുള്ള എൻ്റെ ഒരു തിരിച്ചുപോക്ക്, അതെങ്ങനെ നല്ല അന്തസ്സായിട്ട് പോകാം, അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയായിട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. അതിനാദ്യം ആ സത്യം എന്തെന്ന ബോധ്യമുണ്ടാവുക. അത് ആ അഭ്യാസയോഗയുക്തേന, ആ യോഗബലേന, ആ യോഗബലം കൊണ്ട് അചലാമനസ, ചാഞ്ചല്യമില്ലാത്ത നിശ്ചയദാർഢ്യമാർന്ന മനസ്സ്, ഭക്തിയ യുക്ത, പരമമായ പ്രേമം, എന്നിട്ടോ പ്രാണനെ
ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് ഭ്രുവോഹോ മധ്യേ പ്രാണമാവേശ്യ സമ്യക്. ആ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള വിശ്വത്തിലേക്ക് അതിനെക്കുറിച്ച് ഓർത്ത് അത് അചിന്ത്യമാണ്, അരൂപമാണ്, എങ്കിലും അതിലങ്ങോട്ട് ഉറപ്പിക്കുക. അങ്ങനെ ശരീരം സ്വാഭാവികമായിട്ട് ഉപേക്ഷിക്കപ്പെടുന്നവൻ എന്നെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് പിന്നെ എന്തില്ല? ഈ പറഞ്ഞ വേവലാതി എന്നും പറയുന്ന സാധനങ്ങളൊന്നുമില്ല, പെയിനൊന്നുമില്ല. തുടർന്ന് അതിലേക്കൊരു പിടിവള്ളിയായിട്ട് ഭഗവാൻ ഉപനിഷത്തിനെ എന്താണ് ഉപനിഷത്തിൽ പിടിവള്ളിയായിട്ട് യമധർമ്മൻ സാക്ഷാൽ മൃത്യു നചികേതസിന് ഉപദേശിച്ചത് അതിനെ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. ബ്രവീമി എന്നുള്ളത് അറിയാതെ കഠോപനിഷത്തിലെ യമധർമ്മൻ്റെ ശ്ലോകത്തിലേക്ക് വന്നതാണ്. ഇത് തന്നെയാണ്. ചെറിയ ആശയങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. ശബ്ദങ്ങളൊക്കെ അത് തന്നെ. ചെറിയ ഒന്ന് രണ്ട് ഈ ബ്രവീമി പറയാം, ഇവിടെ പ്രവക്ഷ്യേ നന്നായി പറയാം, ഇത്രയേ ഉള്ളൂ. എന്താണ് കഠോപനിഷത്തിൽ പറയുന്നത്? സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ചയത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. എന്താ ഭഗവാൻ ഇവിടെ പറഞ്ഞത്? യത് അക്ഷരം വേദവിദഃ വദന്തി. വേദവിദഃ, വേദവിത്ത്, വേദത്തിൻ്റെ സാരത്തെ ഗ്രഹിച്ചവർ. വേദവിത്ത് എന്തെങ്കിലും ഒരു വിത്തല്ല. അങ്ങനെ നോക്കിയാൽ വിത്താണ്, വേദത്തിൻ്റെ വിത്ത് തന്നെയാണ്. ആ വേദത്തിൻ്റെ സാരഗ്രാഹികളാണ്. സാരത്തെ ഗ്രഹിച്ച വേദവിത് യത് അക്ഷരം വദന്തി. ഏതൊരക്ഷരത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഏതൊരക്ഷരത്തെയാണ് അവർ പ്രകീർത്തിച്ചിട്ടുള്ളത്? യദക്ഷരം വേദവിദഃ വദന്തി വിശന്തി യത് യതയഃ വീതരാഗാഃ. വീതരാഗാഃ രാഗങ്ങൾ വീതമായ ഒഴിഞ്ഞിട്ടുള്ള അഭിലാഷങ്ങൾക്ക് പിറകെ ഓടാതെ ഇങ്ങനെ ഓടി ഓടി അലയാതെ നായ്ക്ക് ഭ്രാന്തെടുത്തത് വന്നതുപോലെ ഓടുന്ന ഓട്ടങ്ങളൊക്കെ എന്താ പറയുക, ബോധപൂർവം നിർത്തിയിട്ടുള്ള വീതരാഗന്മാർ, അങ്ങനെയുള്ള യതികൾ, യോഗികൾ യത് വിശന്തി യാതൊന്നിലേക്കാണ് പ്രാപിക്കുന്നത്? യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യത് യതയഃ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി. യത് ഇച്ഛന്തി ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചാരികൾ, ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന ബ്രഹ്മചാരികൾ യത് ഇച്ഛന്തി യാതൊന്ന് ആഗ്രഹിച്ചിട്ടാണ് അവരാ മാർഗത്തിൽ ചരിക്കുന്നത്. യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം. ആ പദത്തെ സംഗ്രഹേണ സംഗ്രഹിച്ച് അഹം പ്രവക്ഷ്യേ ഞാൻ നിനക്കായി പറഞ്ഞു തരാം അർജുന. ഇതാണ് വേദം ഗ്രഹിച്ച വേദജ്ഞന്മാരായിട്ടുള്ള ആളുകൾ യാതൊന്നിനെക്കുറിച്ചാണോ യത് അക്ഷരം നാശരഹിതമെന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ളത്, ഏതാണോ വീതരാഗന്മാർ ആഗ്രഹങ്ങളൊക്കെ ആശയറ്റ് യതികൾ ഏതൊന്നിലേക്കാണ് പ്രവേശിക്കുന്നത്? ബ്രഹ്മചര്യാദി തുടങ്ങിയിട്ടുള്ള കഠിനവ്രതങ്ങൾ പാലിക്കുന്നത് എന്താഗ്രഹിച്ചിട്ടാണ്? അതിനെക്കുറിച്ച്, ആ പദത്തെക്കുറിച്ച്
അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അർജുന, ഇന്നല്ല, നാളെ പറഞ്ഞു തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.